ഹായ് ഗായ്സ്, ലെറ്റ്സ് ഡു ഗെറ്റ് റെഡി വിത്ത് മീ. ഞാൻ ആദ്യം കുളിച്ച് റെഡിയൊക്കെ ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ഇട്ടു. പിന്നെ മോയ്സ്ചറൈസർ ഒരു സാമ്പിൾ കിട്ടിയതാണ്. അപ്പം അത് ഞെക്കി അതിനകത്ത് ജ്യൂസ് മൊത്തം എടുത്ത് നമ്മൾ മുഖത്ത് തേച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലിപ് ഗ്ലോസ് അല്ലെങ്കിൽ ഓയിൽ യൂസ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ സൺസ്ക്രീൻ വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഡെയിലി ലൈഫ്, അത് നല്ലോണം തേച്ച് സെറ്റൊക്കെ ആക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കണ്ണെഴുതും എന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, നമ്മൾ ബ്ലഷ് യൂസ് ചെയ്യും. യെസ്, നമ്മൾ ബ്ലഷ് യൂസ് ചെയ്യും. ബ്ലഷ് നല്ലോണം തേച്ച് നല്ല ബ്ലെൻഡൊക്കെ ചെയ്ത് ചീക്സൊക്കെ നല്ല പ്ലംബി ആക്കിയിട്ട് പിന്നെ നമ്മുടെ മെയിൻ പാർട്ട് ഐലൈനർ വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. അല്ലെങ്കിൽ ഞാൻ കരഞ്ഞ് കൂവി അസുഖം ബാധിച്ചൊരു കുട്ടീനെ പോലെ ഇരിക്കും. അതുകൊണ്ട് നമ്മൾ ഐലൈനർ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഭംഗിക്ക് വേണ്ടി ഒരു പൊട്ടും കൂടെ ആയിക്കോട്ടെ എന്ന്. അപ്പം നമ്മൾ പൊട്ടൊക്കെ തൊട്ട് പിന്നെ ഐബ്രോ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് പിന്നെ ഒട്ടും ചേരാത്തൊരു ലിപ്സ്റ്റിക്കും എടുത്തിട്ട് അതൊക്കെ താഴെ വീണു. ഒട്ടും ചേരാത്തൊരു ലിപ്സ്റ്റിക്കൊക്കെ എടുത്തിട്ട് പിന്നെ കമ്മൽ, കുഞ്ഞൊരു കമ്മൽ. സാധാരണ ഞാൻ വലുതാണ് ഇടാറ്, പക്ഷേ ഇന്ന് കുഞ്ഞു കമ്മൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലൊരു വള, കാരണം കാല് കിടക്കുന്ന ഇഷ്ടമല്ല. പിന്നെ നമ്മുടെ മുടിയൊക്കെ സെറ്റ് ചെയ്യാനൊന്നുമില്ല, ചുരുണ്ട മുടി ആയതുകൊണ്ട് നനഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കിടന്നോളും. ഉണങ്ങി കഴിയുമ്പോൾ പന്തം പോലെ കത്തും. ആ ഒരു സ്പെയർ ക്ലച്ചറും കൈവച്ചു, കാരണം എൻ്റെ മുടി ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരു തരം ആഫ്രോ പോലെ ഇരിക്കും. അപ്പോൾ ക്ലച്ചർ വിൽ ഹെൽപ്പ് മീ. പിന്നെ സോക്സും ഷൂസൊക്കെ ഇട്ടു. ഹീൽസൊന്നും ഇടുന്നില്ല, കാരണം ഇവിടെ നല്ല മഴയാണ്. പിന്നെ കുറച്ച് പട്ടി ഷൂ, പിന്നെ നമ്മുടെ ബാഗൊക്കെ പാക്ക് ചെയ്തു ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട്. ചാർജറും ബോട്ടിലും ഇതൊക്കെ ഉണ്ട്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പം വെരി കൺവീനിയൻ്റ് ആണ്. അപ്പം റെഡിയായി. ബൈ.